ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ കറി. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു നാടൻ സ്റ്റൈലിലെ ചിക്കൻ കറി. നമ്മൾ പല ചിക്കൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, എന്നാൽ നാടൻ സ്റ്റൈലിലെ ചിക്കൻ കറി ഇതുവരെ വെച്ചിട്ടില്ല. കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ ടേസ്റ്റിൽ ചട്ടിയിലുള്ള ചിക്കൻ കറി തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് വെളിയിലോട്ട് കിടക്കാം. അപ്പോൾ ചിക്കൻ കറി തയ്യാറാക്കാൻ ഞാൻ എടുത്തത് 1 കിലോ ചിക്കനാണ്. നല്ലോണം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 5 മീഡിയം സൈസിൽ ഓണിയൻ വേണം. അതേപോലെ 2 മീഡിയം സൈസിലുള്ള തക്കാളി, പിന്നെ 8 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, 3-4 പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് മാറ്റാം. പിന്നെ ഒരു 3-4 വറ്റൽമുളക്. പിന്നെ ഇതിലേക്കുള്ള പൊടികളുടെ മെഷർമെന്റ് ഞാൻ അത് ചെയ്യുന്ന ടൈമിൽ പറയാം. അപ്പം നമുക്ക് ആദ്യം വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വരാം. ഇപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഓണിയൻ ഇതേപോലെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് നടു കീറിയിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ചതച്ചെടുക്കാനുള്ളത് എന്തായാലും. പിന്നെ ഞാൻ 2 തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. എപ്പോഴും നമ്മൾ നാടൻ കറിക്ക് ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ചതച്ചെടുക്കണതിന് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുക, അതാണ് നല്ല ഏറ്റവും ബെസ്റ്റ്. അത് പറ്റിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് മിക്സ് ചെയ്തിട്ടൊന്ന് ക്രഷ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. ഞാൻ ഈ ചട്ടിയിലാണ് അവിടെ കറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ഇപ്പോൾ സൺഫ്ലവർ ഓയിലും കുഴപ്പമില്ല, നമുക്ക് ആഡ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ നാടനായതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്തു. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഒരു 5 വറ്റൽമുളക് അങ്ങനെ മുഴുവനായിട്ട് തന്നെ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്ത് കൊടുത്തു ഞാൻ. ആ വറ്റൽമുളക് മൂത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ക്രഷ് ചെയ്തിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങൾ ഈ ചതച്ചതിന് പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പം ആഡ് ചെയ്യേണ്ട, ഓണിയൻ ഇട്ടതിന് ശേഷം മാത്രം ആഡ് ചെയ്താൽ മതി. നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയും ഇതിൻ്റെ പച്ചമുളകൊന്നും മാറുന്നത് നല്ലോണം വഴറ്റി കൊടുക്കാം. അതിന് മുമ്പ് ഞാൻ കുറച്ച് പച്ചമുളക് നടുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളക് കംപ്ലീറ്റ് മാറുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ നോക്കിക്കോളൂ. ചട്ടിയാകുമ്പോൾ കുറച്ച് അടി പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കണ്ടില്ലേ, ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ മാറി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഓണിയൻ എപ്പോഴും കുറച്ച് അധികം തന്നെ ആഡ് ചെയ്തോളൂ. ഞാനിവിടെ 5 ഓണിയൻ ആഡ് ചെയ്തിട്ടുണ്ട് 1 കിലോ ചിക്കന്. മീഡിയം സൈസിലുള്ളൂ. ചെറുതാണെങ്കിൽ 6 ആഡ് ചെയ്തോ കുഴപ്പമില്ല. ഓണിയൻ എപ്പോഴും കുറച്ച് അധികം തന്നെ ആഡ് ചെയ്തോളൂ, അല്ലെങ്കിൽ കറിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഓണിയൻ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഓണിയൻ നല്ല ഡാർക്ക് ബ്രൗൺ ആവുന്നവരെ ഇളക്കണം. അതാണ് ഈ കറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ. നമ്മൾ എത്ര ഓണിയൻ ഡാർക്ക് ആക്കുന്നു അപ്പോൾ നമ്മുടെ കറിയുടെ കളറ് ഡാർക്ക് ആവും. പക്ഷേ കരിഞ്ഞു പോകാൻ പാടില്ല. നല്ലോണം ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു കളർ ആവണവരെ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഓണിയൻ. ഇനി നമുക്ക് ഇത്രയും കളർ ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഞാൻ ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യണം. അപ്പം ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നത്. മല്ലിപ്പൊടി എപ്പോഴും കുറച്ച് അധികം ആഡ് ചെയ്യണം. നാടൻ കറിക്കൊക്കെ എപ്പോഴും മല്ലിപ്പൊടി കുറച്ച് അധികം ആഡ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പൊടികൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ലോ ഫ്ലെയിമിൽ ആക്റ്റീവ് വേണം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളൊക്കെ അരിഞ്ഞു പോകും. അപ്പോൾ ഓണിയൻ വാടിയതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രമാണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആഡ് ചെയ്തത്. ഇനി മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ലോണം വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിം തന്നെയാണ്, ശ്രദ്ധിക്കണം. ഇപ്പോൾ മല്ലിപ്പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. അതിനുശേഷം മാത്രം നമുക്ക് അതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്യണത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ കുഴപ്പമില്ല. നല്ല എരിവാണെങ്കിൽ നല്ല മുളക് പൊടി മാത്രം ആഡ് ചെയ്താലും മതി. ഇനി ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളക് പൊടി കുറച്ചധികം ആഡ് ചെയ്തോ, നല്ലതാണ്. ഇനി ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടിയുടെയും പച്ചമുളകം മാറുന്നവരെ ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും വെച്ചിട്ടുള്ളത്. പൊടികൾ ഇടതിന് ശേഷം എപ്പോഴും ലോ ഫ്ലെയിം തന്നെ കീപ്പ് ചെയ്തോളാം. ഇപ്പോൾ പൊടികളുടെ ഒക്കെ പച്ചമണം കംപ്ലീറ്റ് ആയിട്ട് മാറി നല്ല ഡാർക്ക് കളർ ആയിട്ടുണ്ട്. പൊടികളൊക്കെ കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്തോളാം. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അധികം പുല്ലില്ലാത്ത 2 തക്കാളി എടുത്തിട്ടുള്ളത്. അപ്പോൾ പുല്ലുള്ളതൊക്കെ ആണെങ്കിൽ ഒരു വലുതൊക്കെ ആഡ് ചെയ്താൽ മതി, കുഴപ്പമില്ല. നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ തക്കാളി ഇടതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്ന് വാടി കിട്ടും. ഇവിടെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് തക്കാളി വേവിക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. നല്ലോണം അതിൽ അലിഞ്ഞ് പോയിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ളത് ഇതേപോലെ സ്പൂൺ ഉണ്ടെന്ന് ഉടച്ചു കൊടുത്താൽ മതി, ശരിയായിക്കോളും.
ഇനി ഞാൻ അതിലേക്ക് നേരത്തെ വാഷ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം പീസിലാണ് ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. അത്ര ചെറുതല്ല, അത്ര വലുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാൻ കുഴപ്പമില്ല. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ചിക്കനുമൊക്കെ ഈ മസാല ഒന്ന് നല്ലോണം തട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നല്ലോണം ഇളക്കണം, അടി പിടിക്കരുത്. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് ഇതേപോലെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കത് മൂടി വെച്ചിട്ട് വേവിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുള്ളൂ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കരിഞ്ഞു പോകും. ലോ ടൈം മീഡിയം ഫ്ലെയിമിൽ ഇട്ടുള്ളൂ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ചിക്കന് ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഹൈ ഫ്ലെയിമിൽ ഇടുന്ന് പറയുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അടി പിടിക്കും, വെള്ളം ഇറങ്ങൂല ചിക്കനിൽ നിന്ന്. അപ്പോൾ ലോ ടൈം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി ചിക്കനിൽ നിന്ന്. ഇനിയിപ്പം നിങ്ങൾക്ക് ഗ്രേവി തീരെ വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യേണ്ട. ഞാൻ അത്യാവശ്യം ഗ്രേവിയിലാണ് വെക്കുന്നത്. അതുകൊണ്ട് മാത്രം ഞാനിവിടെ 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും പച്ചവെള്ളം ഇതിൽ ആഡ് ചെയ്യരുത്. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം ഞാൻ 1 കപ്പിന് ആഡ് ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചധികം ഗ്രേവി വേണമെങ്കിൽ ഞാനൊരു സെമി ഗ്രേവിയിലാണ് വെക്കുന്നത്. നല്ല ഗ്രേവി വേണമെങ്കിൽ 1.5 കപ്പ് 2 കപ്പ് വരെ ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ആഡ് ചെയ്തിട്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഇത് നിർബന്ധമില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്യാം. എല്ലാ പൊടികളും മസാലയൊക്കെ ചിക്കനിൽ തട്ടുന്ന വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചിക്കനിൽ നിന്നും കൂടി വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഒഴിച്ച വെള്ളത്തിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അതനുസരിച്ചിട്ട് നിങ്ങൾ വറ്റിക്കാം. അപ്പോൾ ചിക്കനൊക്കെ വെന്തതിന് ശേഷം എല്ലാം റെഡിയായതിനു ശേഷം നമുക്ക് അതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഗരം മസാല കൂടി ലാസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ ഈ സമയത്ത് നിങ്ങൾ എരിയൊക്കെ നോക്കിയിട്ട് എരി കുറവാണെങ്കിൽ മാത്രം കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഒരിക്കലും നല്ല മുളക് പൊടി ഒന്നും ആഡ് ചെയ്യരുത്, കുരുമുളക് പൊടി മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റ്, നമ്മളെ കറിക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 ചെറുള്ളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ കുറച്ച് വേപ്പില കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വഴട്ടാം. നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആവണം, നല്ലോണം മൂത്ത് വരണം. കണ്ടില്ലേ, ഈ ഒരു ലെവലാവണവരെ വഴട്ടാം. നമുക്ക് അത് നമ്മളുടെ ചിക്കൻ കറിക്ക് ഇട്ട് കൊടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ മടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചിക്കൻ കറി ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളുടെ ചിക്കൻ കറിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളുടെ നാടൻ സ്റ്റൈലുള്ള ചട്ടി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സവോള നല്ലോണം ഒന്ന് വാടണം, അതുപോലെ പൊടികളുടെ പച്ചമുളകൊക്കെ കംപ്ലീറ്റ് മാറണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.